നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് നടത്തിയെടുക്കുന്നതിനിടയിൽ ഇവിടെയുള്ള ഒരാൾക്കും ഒരു ദോഷവും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം എല്ലാ സംശയങ്ങളും മാറും. അന്ന് കുറ്റം ചെയ്തവരാരായാലും അധികനാൾ മറഞ്ഞിരിക്കാൻ അവർക്ക് സാധിക്കില്ല. പിടിക്കപ്പെടും. അത് ദർശനയായാലും പവിത്രനായാലും. ഹലോ ഹലോ ചേച്ചി, ഞാനാ വിദ്യ. ആ മനസ്സിലായി. മുറിവൊക്കെ ഉണങ്ങിയോ? എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ട് ചേച്ചി. ഡ്രോണിന്റെ കാര്യം എന്തെങ്കിലും വിവരമുണ്ടോ? ഞങ്ങളൊന്നുകൂടി സെർച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചേച്ചി വരുന്നുണ്ടോ? ആ എങ്കിൽ പിന്നെ ഞാനും വരാം. ആ ഓക്കെ ബൈ. ആ രൂപേഷേട്ടാ, നമുക്കൊന്നേ ആ ഡ്രോൺ വീണ സ്ഥലം വരെ ഒന്ന് പോണം. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, വിദ്യ ഇപ്പൊ വിളിച്ചത്. അവരിന്ന് ഡ്രോൺ സെർച്ച് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കും കൂടി അങ്ങോട്ട് പോണം. രൂപേഷേട്ടൻ പെട്ടെന്ന് റെഡിയാവ്, ഞാനും റെഡിയാവാം. അതിനെന്താ, നമുക്കിപ്പോ തന്നെ പോവാം. ഈ സിമെന്റും ഡ്രമ്മും ഓസും ഒക്കെ എടുത്ത് വണ്ടി കയറ്റ്. പെട്ടെന്ന്. ശരി സാറേ. ശരി. ഇത് കണ്ട? ഇതേതോ കുട്ടികളുടെ കളിപ്പാട്ടാണെന്ന് തോന്നുന്നു. നീ അതോടെ വെച്ചേ, നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. പോട്ട് മെല്ലെ. ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പൂജ ചെയ്യാൻ ഇന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞിരുന്നല്ലേ? പിന്നെന്തിനാ ദർശന പുറത്തേക്ക് പോയത്? ഞാൻ എങ്ങനെ അറിയും? നമ്മുടെ കൂടെ വരാൻ അവൾക്ക് സൗകര്യം കാണില്ല. ചേച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അവളുടെ പരിപാടി. അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ അവളാണല്ലോ ഏട്ടത്തെ ജാമ്യത്തിൽ ഇറക്കിയ വലിയ ആള്. നമ്മുടെ ഭർത്താക്കന്മാര് ചെയ്തതിലൊന്നും ഒരു വിലയുമില്ല. അയ്യോ, അവളെ കുറിച്ച് കുറ്റമൊന്നും പറയില്ലേ ഇവിടെ. കേൾക്കുന്ന പലർക്കും അത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്നെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി ദർശന ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ശരി തന്നെയാ. എന്ന് കരുതി നിങ്ങളുടെ ഭർത്താക്കന്മാര് ചെയ്തത് ആരും കുറച്ച് കാണുന്നുമില്ല. അവരും നന്നായിട്ട് പ്രയത്നിച്ചു. അതല്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ക്ഷേത്രത്തില് ഒരു നേർച്ച പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഞങ്ങൾ ദർശനോട് പറഞ്ഞിരുന്നതാണ്. എനിക്കാണെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. ഇന്നത്തേക്കാ പൂജ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പകരം ദർശനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ രഞ്ജിനിയോട് പറഞ്ഞത്. പക്ഷേ സമയമായപ്പോ ദർശന മുങ്ങി. അവൾ മുങ്ങിയതൊന്നുമല്ല, കേസിന്റെ ചില ആവശ്യങ്ങൾക്കായിട്ട് പോയതാ. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തരുത്. ക്ഷേത്രത്തിൽ പോകാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം പറ്റില്ല. അതിന് അവിടെ ഇരിക്കുന്ന ദൈവവും കൂടെ വിചാരിക്കണം. ദർശനയും രൂപേഷും എനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി വ്രതമെടുത്തതാ. അത് നിങ്ങൾക്കും അറിയാലോ. അതുകൊണ്ട് ദർശന ക്ഷേത്രത്തിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രഞ്ജിനി മാത്രം പോയാലും പൂജ ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് വേണ്ടി ആരെങ്കിലും പൂജ ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. ചേച്ചിക്ക് ജാമ്യം കിട്ടിയല്ലോ, പിന്നെന്തിനാ ദർശന ഇങ്ങനെ കേസിന്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഗുണ്ട കുറ്റമേറ്റെടുത്തെങ്കിലും ഞാൻ ഇപ്പോഴും പ്രതിപട്ടികയില്ല. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയാൽ മാത്രമേ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് ദർശനയ്ക്കറിയാം. ആ കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഓട്ടത്തില
ദർശനയും രൂപേഷും. ദേ, ഇനിയെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു നേർച്ചയും നേരണ്ട. മനസ്സിലായോ? എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ആ ശരി. ആ വാ പോയി നോക്ക്. ശരി വാ. ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ അരിച്ചുറക്കി നോക്കിയതാ, ഒന്നുകൂടെ നോക്കാന്നേ ഉള്ളൂ. എന്തായാലും ഇതിനകത്തോ ഇതിന്റെ പരിസരത്തോ കാണാതിരിക്കില്ല. എന്തായാലും നമുക്കത് കിട്ടിയേ പറ്റൂ. ഇവിടെ തന്നെ കാണും, അല്ലാതെ എവിടെ പോവാനാ? രൂപേഷേട്ടാ, അങ്ങോട്ട് പോയി നോക്കാം. വാ.